തൃശൂർ കുന്നംകുളത്ത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത പിതാവിന് മകന്റെ ക്രൂരമർദ്ദനം. കുന്നംകുളം സ്വദേശിയും 77-കാരനുമായ സൈമണിനാണ് മർദ്ദനമേറ്റത്. 600 പാക്കറ്റോളം പുകയില ഉൽപ്പന്നങ്ങളുമായി ജോബിയെ കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് പിടികൂടിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമായത്. മർദ്ദനത്തിന് പിന്നാലെ ജോബി ഒളിവിൽ പോയിരിക്കുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസമാണ് ജോബി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ 600 പാക്കറ്റോളം പുകയില ഉൽപ്പന്നങ്ങളുമായിട്ട് പോലീസ് പിടികൂടുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഈ ജോബി ഈ പോലീസിന്റെ വലയിലാവുന്നത്. തുടർന്ന് ഇയാൾ പുറത്തു വരികയും വീട്ടിലെത്തിയപ്പോഴാണ് പിതാവായിട്ടുള്ള 77-കാരനായിട്ടുള്ള സൈമൺ ഈ ലഹരി വിൽപ്പനയെ എതിർത്തുകൊണ്ട്, മകന്റെ ഈ ലഹരി വിൽപ്പനയും അതേപോലെ തന്നെ ഉപയോഗത്തെയും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ പ്രകോപിതനായിട്ടുള്ള ജോബി പിതാവായിട്ടുള്ള സൈമണ് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ശരീരമാസകലം ജോബിയുടെ അക്രമത്തിൽ പിതാവായിട്ടുള്ള സൈമന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഈ ലഹരിയുടെ ഉപയോഗവും ഒപ്പം തന്നെ ഈ ജോബി ഈ ലഹരി മറ്റുള്ളവർക്ക് കൈമാറുന്ന പ്രവൃത്തിയും ചെയ്തു വരികയാണ്. ഇപ്പൊ പിടികൂടിയത് ഈ പാൽമസാലകളാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഈ ജോബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ജോബിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ പോലീസ് ആരംഭിച്ചു. പിതാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ജോബി ഒളിവിൽ പോവുകയായിരുന്നു. ജോബിയുടെ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ശരി സാനു.